ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ഒരു ചെറിയ വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്ന വേടനെക്കുറിച്ച്. എന്താണ് വേടൻ? വേടൻ പാടുന്ന പാട്ടുകൾ ആർക്കൊക്കെയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് ചില ആളുകൾ വേടനെ പിന്തുടർന്ന് വേട്ടയാടുന്നത്? എങ്ങനെയാണ് ഒരു കല അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ ശബ്ദമായി മാറുന്നത്? ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്തുകൊണ്ട് വേടനെ വേട്ടയാടുന്നു? വേടൻ പാടുന്ന ഈ റാപ്പ് അത് എന്താണ്? ഒരു പ്രസ്ഥാനത്തിലെ ഒരാള് വേടനെതിരെ പരാമർശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വ്യക്തിപരമായിട്ട് അയാളുടെ പേഴ്സണലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരേ വിഭാഗത്തിലെ ഒരേ പ്രസ്ഥാനത്തിലെ ഒന്നിലധികം പേർ വേടനെതിരെ തിരിയുകയും ഒന്നിലധികം പേർ വേടനെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അത് ഒരു പൊളിറ്റിക്കലി മൂവ്മെൻ്റ് ആണ്. വേടനെതിരെ വേടൻ പറയുന്ന പാട്ടുകളും വേടൻ പാടുന്ന പാട്ടുകളും വേടൻ ഉച്ചരിക്കുന്ന വേർഡ്സും എല്ലാം ചിലപ്പോൾ ചില ആളുകളെ വേദനിപ്പിക്കുന്നുണ്ടെന്നാണോ അതോ അവർ പേടിപ്പിക്കുന്നുണ്ട്. ആ പേടിയാകാം ഒരു പക്ഷേ ഈ വിമർശനങ്ങളായിട്ട് അവർ പുറത്തോട്ട് വിടുന്നത്. ഒരുപക്ഷെ വേടനെ കഞ്ചാവ് കേസിൽ പൊക്കിയിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിന്. പക്ഷെ അയാൾ ഉപയോഗിക്കുന്ന ആ പാട്ട് അല്ലെങ്കിൽ അയാൾ യങ്സ്റ്റേഴ്സിലോട്ട് അയാളുടെ ആ പുറത്തോട്ട് വിടുന്ന ആ കലാരൂപം അല്ലെങ്കിൽ ആ പാട്ട് സംഗീതം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമാണ്. എന്ന് വെച്ചാൽ അതിൽ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ട് വേണമെന്ന് പറയാം. ഒരേ പ്രസ്ഥാനത്തിലെ ഒരാൾ അയാളുടെ വായ കൊണ്ട് വേടനെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനെ പ്രത്യേക വ്യക്തിപരമായിട്ട് കൂട്ടാം. കാരണം പക്ഷേ ഒരേ പ്രസ്ഥാനത്തിലെ ഒരു കൂട്ടം ആൾക്കാർ കുരയ്ക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വേടനെതിരെ കുരയ്ക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വ്യക്തിപരമായിട്ടല്ല, അത് കൃത്യമായിട്ട് സംഘടിതമായിട്ട് അവർ പ്ലാൻ ചെയ്ത് വേടനെതിരെ നീക്കുന്ന ഒരു മൂവ്മെൻ്റാണ്. വേടൻ്റെ പാട്ടുകൾ ആസ്വദിക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട യങ്സ്റ്റേഴ്സുമാണ്. എനിക്ക് യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും. കൃത്യമായിട്ട് പാട്ടിലൂടെ രാഷ്ട്രീയം പറയുക എന്ന് പറയുന്ന ജോലി തന്നെയാണ് വേടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാളുടെ പാട്ടുകൾ കൃത്യമായിട്ട് പച്ചയ്ക്ക് പറയുന്നുണ്ട് എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കൃത്യമായിട്ട് ജാതീയ ബോധത്തെ തന്നെ ആണ് പൊളിറ്റിക്കലി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ആ ഒരു അറിവില്ലായ്മ. കൃത്യമായിട്ട് ജാതീയത എന്താണെന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഇത് തന്നെ ആകാം ചിലപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയത് അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും മലയാളത്തിൽ വളരെ ചുരുക്കം കലാകാരന്മാരെ ഇതുപോലത്തെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഇതുപോലത്തെ ധൈര്യം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സിറ്റുവേഷൻ വെച്ചിട്ട് അത് പറയാൻ ഇപ്പോഴത്തെ കലാകാരന്മാർക്ക് പേടിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരനെ സ്ട്രോങ് ആക്കുന്നത്, ആള് അത്രക്ക് പുലിയാക്കുന്നത് ഇത് തന്നെയാണ്. അയാൾ പച്ചക്ക് പറയുന്നത്, ആരും പേടിക്കുന്നില്ല അയാൾ. അപ്പോൾ അയാളെപ്പോലത്തെ കലാകാരന്മാർ ഇനിയും വളർന്നു വന്നു. അപ്പൊ സിനിമയിലാണ്, മലയാള സിനിമയിലാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ സ്ഥിരമായിട്ട് വരുന്ന കുറെ കുറെ ഫീൽ ഗുഡ് സിനിമകളും അങ്ങനത്തെ കുറെ കണ്ടന്റുകളും അല്ലാണ്ട് എവിടെയാണ് മലയാള സിനിമയിൽ നമുക്ക് കുറെ നാൾക്ക് ശേഷം പൊളിറ്റിക്കലി സ്ട്രോങ് ആയിട്ട് കണ്ടന്റ് പറയുന്ന വിഷയങ്ങൾ വളരെ വിരളമാണ്. അങ്ങനെ എടുക്കാൻ ധൈര്യപ്പെടുന്ന സംവിധായകൻ ഉണ്ടെങ്കിൽ അവൻ അടിച്ചമർത്തി ഇരുത്തിക്കളയും. ബിക്കോസ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ അങ്ങനെ ഒരു കണ്ടന്റ് തൊട്ട് മുന്നേ എമ്പുരാൻ പോലുള്ള സിനിമകളിൽ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടിരുന്നു അത് എത്രത്തോളം
എന്താ പറയാ, അതിനെ ഒരു വിഭാഗം അടിച്ചമർത്തി ഇരുത്തിക്കളഞ്ഞു എന്നുള്ളത്. അപ്പൊ അതേപോലെ പുതിയ സിനിമകൾ അങ്ങനെ വരാൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വളരെ വൈകിയാണ് തരുൺ മൂർത്തിയുടെ സിനിമ കണ്ടത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ കണ്ടന്റിനെ കുറിച്ച് വളരെ, കാരണം തരുണിന്റെ തൊട്ട് മുന്നത്തെ സിനിമകൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൗദി വെള്ളക്ക പോലുള്ള സിനിമ, അയാൾക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട് അവിടെ. അയാൾ പറയുന്ന സിനിമകളും പൊളിറ്റിക്കലിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അയാളുടെ കയ്യിലൊരു ഗംഭീര ബോംബ്, കണ്ടന്റ് ബോംബ് കയ്യിലുണ്ടായിരുന്നിട്ട് പോലും അത് അയാൾക്ക് ആ തുടരും സിനിമയിൽ പറയാൻ പറ്റിയില്ല. അത് വെറും ഒരു മോഹൻലാൽ ഷോ സിനിമയായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ദാറ്റ്സ് ഗുഡ്. ആസ് എ ഡയറക്ടറുടെ ആയിട്ട് പറയാന്ന്, ഡയറക്ട് ചെയ്തേക്കണ എടുത്ത് പറയാന്ന്, വളരെ ഗംഭീരമായിട്ട് 1 മിനിറ്റ് പോലും നമ്മൾ ബോറടിപ്പിക്കാത്ത സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ കണ്ടന്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ 0 എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ അയാൾ ആ കണ്ടന്റ് പറയാൻ, ആ കണ്ടന്റ് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ കലാരൂപത്തിലൂടെ അയാൾക്ക് പറയാൻ പറ്റിയില്ല. പറഞ്ഞാൽ തന്നെ അത് ഓഡിയൻസിലേക്ക് ഇമോഷണലി റീച്ച് ആയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം മോഹൻലാലിൻ്റെ കഥാപാത്രമാണെങ്കിലും പറഞ്ഞ പോലെ ശോഭനയുടെ കഥാപാത്രമാണെങ്കിലും എല്ലാം, കാരണം ഇമോഷണലി ഈ ക്യാരക്ടേഴ്സിൻ്റെ ബോണ്ട് ഒന്നും വർക്കൗട്ട് ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആസ് എ എൻഗേജിങ് ആയിട്ട് കൊമേഴ്ഷ്യൽ സിനിമ നമുക്ക് എൻഗേജ് ചെയ്ത് നിർത്തുന്ന രീതിയിലാണ് സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത്. ബോറടിക്കുന്നില്ല. ഒരു വിഭാഗം ആൾക്കാർക്ക് നല്ല സിനിമയായിട്ട് തോന്നി, പക്ഷെ എനിക്ക് അത്രത്തോളം തൃപ്തി തന്നില്ല സിനിമ. കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കണ്ടന്റ് അയാളുടെ കയ്യിലുണ്ടായിട്ട് അത് യൂസ് ചെയ്തില്ല. ക്ലൈമാക്സിൽ കൊണ്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് അതിന് ചുറ്റിനും ഇപ്പൊ ചില ജ്യൂസുകൾ പുറത്തിറങ്ങുമ്പോൾ ഇത് മാംഗോന്റെ ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം അതിൽ മാംഗോ തൊട്ടടുത്തോട്ട് പോയിട്ടുണ്ടാവുള്ളൂ. അതുപോലെയാണ് എനിക്ക് ഈ കണ്ടന്റിൽ ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ ഈ സിനിമയിൽ. കാരണം അതിൽ പറയാൻ ഒരു വലിയൊരു കണ്ടന്റ്, ഒരു ദുരഭിമാന കൊല പോലത്തെ ഒരു കണ്ടന്റ് ഉണ്ടായിട്ട് തരുൺ അതിനെ വളരെ വൃത്തിക്ക് പറയാൻ പറ്റിയില്ല. അതൊരു എന്താ പറയുക മോഹൻലാൽ സിനിമ, അല്ലെങ്കിൽ മോഹൻലാൽ ഇല്ലെങ്കിൽ ആ സിനിമ ഇല്ല. അതിൽ വേറൊരു നായനെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൽ വേറൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് ആ സിനിമയ്ക്ക് പോകാൻ പറ്റില്ല ഊർജം. അപ്പം എനിക്ക് തോന്നുന്നു ആ ദുരഭിമാന കൊല, എനിക്ക് തോന്നുന്നു ആ കണ്ടന്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ആ സിനിമയിലൂടെ ഇയാൾക്ക് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടാണ്. ബേസിക്കലി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ആ സിനിമ കുറച്ചും കൂടി രസിക്കാൻ പറ്റിയാണ്. അതുമല്ല കുറച്ചും കൂടി സ്ട്രോങ് ആയണേ കണ്ടന്റിൽ. അപ്പം ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേടൻ്റെ പാട്ടുകളിൽ, വേടൻ ഉപയോഗിക്കുന്ന കലാരൂപങ്ങളിലെല്ലാം അല്ലെങ്കിൽ സംഗീതത്തിലൂടെ വേടൻ പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. എന്ന് വെച്ചാൽ ജാതിയെ എടുത്ത് പരാമർശിച്ചു കൊണ്ടാണ് പറയുന്നത്. ഇത് പറയാൻ ഞാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സിനിമ ജീവിതത്തിലെ ഒരു ഇതുണ്ടായിരുന്നു. മലയാള സിനിമയിൽ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് തന്നെയല്ല, കേരളത്തിലെ പല കലാ പ്രസ്ഥാനങ്ങൾക്കിടയിലും ജാതി വളരെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഒരു സിനിമ യാത്രയിൽ തന്നെ ഞങ്ങൾ മോദ എന്ന് പറഞ്ഞ സിനിമ പല ആർട്ടിസ്റ്റുകളുടെ അടുത്ത് അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെ ആർട്ടിസ്റ്റിനെ കഥ പറയുമ്പോഴൊക്കെ പലപ്പോഴും അവർ ഞങ്ങളോട് ചോദിച്ചത്, കഥ പറയുമ്പോൾ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഇറ്റ്സ് ദളിതാണോ ക്യാരക്ടർ, അത് ഡയറക്റ്റ്ലി ചോദിക്കില്ല ഇവര്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ എടുക്കുകയുമില്ല. സോ ബിക്കോസ് ദിസ് ഇസ് എ ദളിത് ക്യാരക്ടർ, അത് ദളിത് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, അയാൾക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ച കുറച്ച് ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. സോ ബേസിക്കലി നമ്മളുടെ ഇടയിൽ ഇത് വളരെ പരോക്ഷമായിട്ടും നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ്, ജാതി വ്യവസ്ഥയാണ്. നമ്മുടെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, മെയിൻ സ്ട്രീം ആയിട്ടുള്ള സംവിധായകനും പറയുന്ന കഥയിലെ നായകന്മാർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളത്. അതെടുത്ത് നോക്കിയാൽ വളരെ വൃത്തിക്ക് മനസ്സിലാവും നമുക്ക്. നമുക്കിടയിൽ തന്നെ നമ്മളറിയാണ്ട് ഒരു അയത്തം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് ബേസിക്കലി ഇപ്പോൾ ഉള്ള പുതിയ ഡയറക്ടേഴ്സ് ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. തമിഴിലൊക്കെ അതേപോലത്തെ സിനിമകൾ വരുന്നുണ്ടെങ്കിലും മലയാളത്തിൽ വളരെ വിരളമാണ് സിനിമകൾ വരുന്നത്. അപ്പൊ വേടന്റെ വിഷയം തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ, വേടൻ പാടട്ടെ, അയാളുടെ പാട്ടിലൂടെ അയാളുടെ രാഷ്ട്രീയം പറയട്ടെ, ഒച്ചത്തിൽ പറയട്ടെ, അങ്ങനെയാണ് വേണ്ടത്.
അതിനെ എതിർക്കുന്നവരെ എല്ലാം എതിർത്തുകൊണ്ട് വേടൻ ഇനിയും പാടട്ടെ. ക്ലാസിക്കും ഇപ്പൊ എന്താ പറയാ അമ്പലത്തിലും പള്ളിയിലും എല്ലാം അയാൾക്ക് വേദികൾ കിട്ടട്ടെ. അയാൾ പാടണം, അയാളുടെ രാഷ്ട്രീയം വിളിച്ചു പറയണം അയാൾ. അപ്പൊ അത് തന്നെയാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്.